മോദിക്ക് വേണ്ടി എഫ്സ്റ്റീനെ കണ്ടത് അംബാനിയോ? എഫ്സ്റ്റീൻ രേഖകളിൽ മോദിയുടെ പേര് വന്നത് എങ്ങനെ? ഇതിലെ സത്യമെന്ത്? ഇത് തിരിച്ചറിയപ്പെടേണ്ടതാണ്. ഒരാളെ തേജോവധം ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് പറയട്ടെ. നരേന്ദ്രമോദിയുടെ പേര് എങ്ങനെയാണ് എഫ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകളിൽ എത്തിയത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നവും ഒപ്പം തന്നെ രാജ്യത്തെ പ്രതിസന്ധിയിലാക്കുന്നതുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ മോദിക്ക് വേണ്ടി എഫ്സ്റ്റീനുമായി ആശയവിനിമയം നടത്തിയത് അനിൽ അംബാനിയാണ് എന്ന് പറയപ്പെടുന്ന രേഖകളിൽ പറയുന്നു. പുറത്തു വന്ന രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ സത്യം എന്താണ്? അന്തരിച്ച അമേരിക്കൻ വ്യവസായിയും ലൈംഗിക കുറ്റവാളിയുമായിരുന്ന ജെഫ്രി എഫ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ഫയലുകളിൽ ഇന്ത്യൻ വ്യവസായി അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ആശയവിനിമയങ്ങൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അനിൽ അംബാനി അമേരിക്കൻ രാഷ്ട്രീയ ബന്ധങ്ങൾ നേടാൻ എഫ്സ്റ്റീന്റെ സ്വാധീനം ഉപയോഗിച്ചിരുന്നുവെന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളും ഇമെയിലുകളും വെളിപ്പെടുത്തുന്നതായിട്ട് ദ വയർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 2017 മുതൽ 2019 വരെയുള്ള കാലയളവിലെ ആശയവിനിമയങ്ങളാണ് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് രേഖകളിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും 2019 മെയ്യിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മോദി അയച്ച പ്രതിനിധിയായി എഫ്സ്റ്റീൻ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരവും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. മോദിയുടെ നയതന്ത്ര സന്ദർശനങ്ങളെക്കുറിച്ച് അംബാനി എഫ്സ്റ്റീനോട് വിവരങ്ങൾ തേടിയെന്നും എഫ്സ്റ്റീന്റെ ഐഫോണിൽ നിന്നുള്ള ടെക്സ്റ്റ് മെസ്സേജുകളും ഇമെയിലുകളും ഉൾപ്പെടുന്ന രേഖകളിൽ പറയുന്നു എന്ന് വ്യക്തമാണ്. ഇന്ത്യൻ താല്പര്യങ്ങൾക്കും അമേരിക്കൻ രാഷ്ട്രീയ വ്യക്തികൾക്കും ഇടയിലുള്ള ഒരു കണ്ണിയായിട്ട് താൻ നിലകൊണ്ടു എന്നാണ് എഫ്സ്റ്റീൻ പറയുന്നു. 2019 മെയ്യിലാണ് അനിൽ അംബാനിയുമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയവിനിമയം നടന്നത് എന്ന് പറയപ്പെടുന്നു. എഫ്സ്റ്റീനെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് 6 ആഴ്ച മാത്രം മുമ്പായിരുന്നു ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച. ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എണ്ണുന്ന സമയം കൂടിയായിരുന്നു അത്. മെയ് 14 മുതൽ 20 വരെ മെയ് 23 നടത്താനിരുന്ന ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് എഫ്സ്റ്റീനും അംബാനിയും തമ്മിൽ ആശയവിനിമയം നടന്നതായിട്ട് രേഖകളിൽ സൂചിപ്പിക്കുന്നു. ആ ദിവസം തന്നെ നരേന്ദ്രമോദി നിർണായക വിജയം നേടി വീണ്ടും അധികാരത്തിലെത്തിയതും അതിനകത്ത് പറയപ്പെടുന്ന ദിവസമാണ് മെയ് 20 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ മുൻ മുഖ്യ തന്ത്രജ്ഞനായിട്ടുള്ള സ്റ്റീവ് ബാനന് എഫ്സ്റ്റീൻ അയച്ച ഒരു സന്ദേശത്തിൽ മോദി വ്യാഴാഴ്ച തന്നെ കാണാൻ ഒരാളെ അയക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇത് മെയ് 23 ആണ് സൂചിപ്പിക്കുന്നത്.